നമസ്കാരം. മധ്യപൂർവേഷ്യയിലെ സംഘർഷം പുതിയ ഭീകര തലത്തിലേക്ക് കുതിക്കുമ്പോൾ ഇറാന്റെ നീക്കങ്ങൾ ഇനി പ്രതിരോധപരമല്ല, പ്രത്യക്ഷമായ ആക്രമണങ്ങളിലൂടെ ശക്തി തെളിയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അത് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഹൃദയഭാഗത്തേക്ക് തന്നെ ലക്ഷ്യമിട്ട് നടത്തുന്ന കൃത്യമായ ഇറാന്റെ ആക്രമണങ്ങൾ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയതായി ഇസ്രായേലിന്റെ പെറ്റാ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ഡ്രോൺ നിർമ്മാണ കേന്ദ്രം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേലിന്റെ ആധുനിക യുദ്ധശേഷിയുടെ മുഖ്യ അടിസ്ഥാനം തന്നെയാണ് ഡ്രോൺ സാങ്കേതിക വിദ്യ. നിരീക്ഷണം മുതൽ കൃത്യമായ ആക്രമണങ്ങൾ വരെ ഇസ്രായേൽ ഏറെ ആശ്രയിക്കുന്ന ഈ മേഖലയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇറാൻ യുദ്ധത്തിന്റെ നാടി പിടിച്ചെടുത്തുവെന്ന സൂചന നൽകുകയാണ്. നിർമ്മാണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചുവെന്ന റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ പ്രതിരോധ ഉൽപാദന ശൃംഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. എയറോസോൾ ഏവിയേഷൻ സൊല്യൂഷൻസ് നടത്തുന്ന ഈ കേന്ദ്രമാണ് ആക്രമിക്കപ്പെട്ടത്. കെട്ടിടത്തിന് വലിയ നാശനഷ്ടം സംഭവിച്ചതായി എനറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേടുപാടുകൾ കാരണം അവിടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയില്ല എന്നും പുനർനിർമ്മാണം പോലും അസാധ്യമാണെന്നും കമ്പനി അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട്.